മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിത്തു അച്ചമ്മ കണ്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ചിത്തു അച്ചമ്മ കണ്ടാൽ ധൈര്യത്തോടെ പറയാലോ, നിനക്ക് നിന്റെ ഹരി അണ്ണൻ തന്നതാണെന്ന് ഹരി പറയുന്നതും ആര്യൻ ചിത്തിരെ ചോദിക്കുന്നതും നിന്റെ ഹരി അണ്ണൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആര്യ. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട്, ഞാൻ അണ്ണ ഒന്നും വിളിക്കത്തില്ല, ഹരി തോന്നിവാസം കാണിച്ചാൽ എടാ പോടാന്നൊക്കെ ചിത്തിര പറയുമ്പോൾ മൂത്തതാ ഞാൻ എന്ന് ഹരി മറുപടി പറയുന്നതും വയസ്സിന് മാത്രം മൂത്താൽ പോരാ, ബുദ്ധിയും കൂടെ വളരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചിത്തിര. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ശരിയാ എനിക്ക് ഇത്തിരി ബുദ്ധി കുറവാ, അതുകൊണ്ടാണല്ലോ നിന്നെ കയറി ഞാൻ പ്രേമിച്ചത് എന്ന് പറയുമ്പോൾ എന്നെ വിടാതെ പുറകെ നടന്ന് വീഴ്ത്തിയിട്ട് ചിത്തിര പറയുന്നതും വീഴ്ത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നിന്റെ മനസ്സിൽ പണ്ടേ ഞാനുണ്ടായിരുന്നു എന്ന് ഹരി പറയുമ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല, 8ാം ക്ലാസ് മുതൽ നടക്കുന്നത് ആ ചെക്കന്മാർ പിന്നാലെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവരിൽ ഒരാളെ പോലും ഞാൻ ഓർക്കുന്നു പോലും ഇല്ല എന്ന് ചിത്തിര പറയുമ്പോൾ ഹോ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി. നിന്റെ മനസ്സിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും കുടിയേറാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ കിട്ടിയത് എന്ന് ഹരി പറയുമ്പോൾ ഭാഗ്യമാണോ വേറെ വല്ലതുമാണോ പിന്നെ അറിയോ, നമ്മുടെ ഈ അടുപ്പം എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ അച്ചമ്മ എന്തായാലും സമ്മതിക്കില്ല എന്ന് ഉറപ്പാ, അപ്പോൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആവും, അതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് പറ്റണം, എത്രത്തോളം പറ്റും അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഭാവി എന്നൊക്കെ പറയുന്നുണ്ട് ചിത്തിര. ഇത് തന്നെയാണ് നീരും പറഞ്ഞത്, എന്തിനേയും നേരിടാൻ ഞാൻ ഒരുക്കാം, നിന്നെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല എന്ന് ഹരി പറയുമ്പോൾ ഞാനും ചിത്തിരയും പറയുന്നുണ്ട് കേട്ടോ. അത് മതി, ഈ വാക്ക് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി. തുടർന്ന് ആ ഫോൺ എടുത്ത് പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നിനക്ക് തരുന്ന ആദ്യത്തെ സമ്മാനമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ ചിത്തിരയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഫോൺ ആയിരിക്കും നമ്മുടെ എല്ലാം. തുടർന്ന് ഇതിൽ സിം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, എൻ്റെ നമ്പർ മാത്രം സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി. അതിനുശേഷം കാണിക്കുന്നത് ചിത്തിരി വീട്ടിലേക്ക് എത്തുന്നതും അച്ചമ്മേ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ചിത്തിരിയുടെ ഈ മാറ്റം കണ്ട് ഇവൾക്കിതെന്ത് പറ്റിയെന്നുള്ള രീതിയിൽ യു ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ. എന്നിട്ടെന്താ മുഖത്ത് സന്തോഷമില്ലാത്തതെന്ന് ചിത്തിരി ചോദിക്കുമ്പോൾ സന്തോഷമില്ലേ എൻ്റെ മുഖത്തോ, അത് നിനക്ക് തോന്നുന്നതാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ചിത്തിര പറയുന്നുണ്ട്, അച്ചമ്മേ ഞാൻ പഠിക്കാതായതിൽ അച്ചമ്മയ്ക്ക് നല്ല വിഷമുണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ ഇനി മുതൽ അത് വേണ്ട, ഞാൻ ഇപ്പം മുതൽ പഴയ ചിത്തിരിയാ, അല്ലല്ല പഴയതിനേക്കാളും സ്മാർട്ട്, ഞാൻ പഠിക്കും അച്ചമ്മേ, റാങ്കും വാങ്ങും. അപ്പോൾ ചിത്തിരിയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം മല്ലികാമയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അച്ചമ്മ ആഗ്രഹിച്ചതൊക്കെ ഞാൻ സാധിച്ചു തരുന്നൊക്കെ ചിത്തിര വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഈശ്വര ഇത്രയും ആത്മവിശ്വാസത്തോടെ ഇതിനു മുമ്പ് നീ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ, എന്താ ഈ മാറ്റത്തിന് കാരണം എന്നൊക്കെ മല്ലികാമ ചോദിക്കുമ്പോൾ എന്തായിരിക്കുന്നു ഊഹിക്കാമോ എന്ന് ചിത്തിര തിരിച്ച് ചോദിക്കുമ്പോൾ സോറി ഒരു ഐഡിയയും ഇല്ലാന്ന് മല്ലികാമ പറയുമ്പോൾ ശ്രീജേച്ചിക്ക് പറയാൻ പറ്റുമോ ശ്രീജയോടായിട്ട് ചോദിക്കുമ്പോൾ ചിത്തുവിൻ്റെ പഠിത്തം പോവാൻ കാരണം അത് ഹരി ആയിരുന്നില്ലേ, ഹരിയുമായി ബന്ധപ്പെട്ടാണല്ലോ എന്ന് ശ്രീജ പറയുന്നതും കറക്റ്റ് എന്ന് പറയുന്നുണ്ട് ചിത്തിര. ഹരി ആയിരുന്നു കരട്, ആ വിഷയം ഞാൻ സോൾവ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ചിത്തിര. അപ്പോൾ എങ്ങനെയെന്ന് മല്ലികാമ ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാ അച്ഛമ്മ അറിയുന്നത്, ഇനി ഞാൻ പഠിക്കും, നല്ല മാർക്ക് വാങ്ങും, തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതിയെന്ന് പറയുന്നുണ്ട്. തുടർന്ന് നിരഞ്ജനയോടായിട്ട് എന്താ നീരു അതല്ലേ അതിൻ്റെ ശരിയെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ നിരഞ്ജന. അപ്പം മല്ലികാമ അല്ല നീ എങ്ങനെ ആ വിഷയം പരിഹരിച്ചത് എന്നോടും കൂടെ പറയാമെന്ന് പറയുമ്പോൾ ചിത്തിര പറയുന്നുണ്ട്, ഹരി എന്ന ഫ്രണ്ടിനെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിനെ വേണ്ട, ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഹരി ഒരു ഫ്രണ്ട്സ് അല്ല എന്നൊക്കെ ഫ്രണ്ടല്ല എന്നൊക്കെ ചിത്തിര ഇങ്ങനെ പറയുമ്പോൾ പകരം ആരാ ഉള്ളതെന്ന് മല്ലികാമ ചോദിക്കുമ്പോൾ അച്ചമ്മ മാത്രം, എൻ്റെ പഠിത്തം മാത്രം, ലക്ഷ്യങ്ങൾ മാത്രം എന്നൊക്കെ പറയുന്നുണ്ട് ചിത്തിര. അപ്പോൾ ചിത്തിര ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ മല്ലികാമയ്ക്കും ശ്രീജയ്ക്കും നിരഞ്ജനയ്ക്കൊക്കെ. മല്ലികാമ പറയുന്നുണ്ട്, ഇങ്ങനെ നീ പറയുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയാ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നത്, ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടായല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട്, നമ്മളെ തിരിച്ചറിയാൻ ചിലപ്പോൾ വൈകും അച്ഛമ്മേ, ചിലരത് തിരിച്ചറിയുകയുമില്ല, ഭാഗ്യത്തിന് എനിക്കത് കഴിഞ്ഞു, ഇനി ചിത്തുവിൻ്റെ കാല, ചിത്തിരിയുടെ മാത്രം കാലം, അച്ഛമ്മ കണ്ടോ ഈ ചിത്തു ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ചിത്തു അവിടെ ഒന്ന് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ നിരഞ്ജനയും അവളുടെ പുറകെ പോകുമ്പോൾ മല്ലികാമ അവളെ പിടിച്ചു നിർത്തി, അതെ എനിക്ക് നിന്നോട് സംസാരിക്കണം, എന്താടി അവൾ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എന്ന് മല്ലികാമ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നിരഞ്ജന. ഹരി എന്ന ഫ്രണ്ടിനെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു, അത്ര എളുപ്പത്തിൽ ഹരിയെ ഇറക്കി വിടാൻ പറ്റുമോ അവൾക്ക് എന്ന് ചോദിക്കുമ്പോൾ പറ്റണല്ലോ, പറ്റിയത് കൊണ്ടാണല്ലോ അവൾ അങ്ങനെ പറഞ്ഞത് നിരഞ്ജന പറയുമ്പോൾ എന്തോ എനിക്കതത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൾ എന്നോട് നുണ പറയാണോ എന്നൊരു സംശയം എന്ന് മല്ലികാമ പറയുന്നതും ചിത്തിരി നുണ പറയോ, എനിക്ക് തോന്നുന്നില്ല, ഹരി എന്ന ഫ്രണ്ട് ഇപ്പോൾ അവളുടെ മനസ്സിലില്ല, അത് സത്യമാണെന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അപ്പോൾ മല്ലികാമ പറയുന്നുണ്ട്, ഹരി എന്ന ഫ്രണ്ട് ഇപ്പോൾ മനസ്സിലില്ല, വേറെ ഏതെങ്കിലും രൂപത്തിൽ അവനുണ്ടോ, അല്ല നമുക്ക് ആ വഴിക്കും ചിന്തിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ മല്ലികാമ പറയുമ്പോൾ നിരഞ്ജന പറയുന്നുണ്ട്, അച്ചമ്മ ആദ്യം ചെയ്യേണ്ടത് അച്ചമ്മയുടെ ഈ സംശയങ്ങളൊക്കെ മാറ്റിവെക്കണം, എങ്കിലേ മനസ്സമാധാനം കിട്ടൂ,
എന്തിനാ ഇങ്ങനെ എപ്പോഴും അവളുടെ പുറകെ നടക്കുന്നത്? നന്നായാ പ്രശ്നം, നന്നായില്ലെങ്കിലും പ്രശ്നം. അത് ശരിയാണോ അച്ഛമ്മയെന്നൊക്കെ നിരഞ്ജന ചോദിക്കുമ്പോൾ, അതെ, നീയൊക്കെ വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരുന്നിട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത്? അപ്പോൾ നോക്കാതിരുന്നാലോ? ഞങ്ങൾ നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അച്ഛമ്മ പേടിക്കേണ്ട, ചിത്തു ഇനി പഠിച്ചോളും നിരഞ്ജന പറയുമ്പോൾ, എനിക്കിത് മതി, ഫസ്റ്റ് റാങ്ക്, അതിൽ കുറഞ്ഞതൊന്നും ഞാൻ തൃപ്തിപ്പെടില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് കിട്ടും നിരഞ്ജന പറയുന്നതും. ഗ്യാരണ്ടിയാണോ എന്ന് മല്ലികാമ്മ ചോദിക്കുമ്പോൾ ഗ്യാരണ്ടിയും നിരഞ്ജന പറയുന്നതും. ഇല്ലെങ്കിൽ നിന്നെയായിരിക്കും ഞാൻ പിടിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അച്ഛമ്മ വിഷമിക്കാതിരിക്കെ എല്ലാം നടക്കും നിരഞ്ജന വീണ്ടും പറയുന്നതും. നടക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മയും. തുടർന്ന് പറയുന്നുണ്ട്, എന്നാലും അവൾ അങ്ങനെ പറഞ്ഞതിലാ എനിക്ക് സംശയം. ഹരി എന്ന ഫ്രണ്ടിനെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. പകരം എന്നിങ്ങനെ പറഞ്ഞ് മല്ലികാമ്മ അങ്ങനെ ആലോചിക്കുന്നതും, പകരെ കുന്തം, അച്ഛമ്മയ്ക്ക് വട്ടാണെന്ന് പറയുന്നുണ്ട് നിരഞ്ജന. അപ്പം മല്ലികാമ്മ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചുമക്കൾ ഉണ്ടെങ്കിൽ ഏതൊരച്ഛമ്മയ്ക്കും വട്ടാകുമെന്ന് പറയുന്നതും. എന്നാൽ ആ വട്ടും വെച്ചുകൊണ്ടിരുന്നോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിരഞ്ജന അവിടെ നിന്നും പോവാണ് കേട്ടോ. മല്ലികാമ്മയാണെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചിത്രിയുടെ മാറ്റം ഓർക്കുമ്പോൾ മല്ലികാമ്മയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ചിത്രിയുടെ ഈ മാറ്റം ഹരിയോടുള്ള ഇഷ്ടം കാരണമാണെന്ന് തോന്നുമ്പോൾ, ഇഷ്ടം കാരണമാണെന്ന് അറിയുമ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്